ഭൗതികമായ ഒരു ഉദ്ദേശം നിയത്ത് ചെയ്ത് ഒരു മനുഷ്യൻ തൻ്റെ കുടുംബത്തിനെ പോറ്റാൻ വേണ്ടി ഒരു നിഅമത്ത് തേടി പോകുമ്പോൾ ആ യാത്രയിൽ 100 വട്ടം ഈ സൂറത്ത് ഓതിയാൽ ലാഭവും കൊണ്ടല്ലാതെ തിരിച്ചു മടങ്ങൂല. അതായത് ദുബായ്ക്ക് പോവുക, ഒരു ഉദാഹരണം പറയാം, മനസ്സിലാവേണ്ട പറഞ്ഞത്. ദുബായ്ക്ക് പോവുക, പൊലയും കണ്ടിറങ്ങി ചെയ്യേണ്ട കുറച്ച് അമലുകളുണ്ട്. അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ 100 വട്ടം എന്ത് ചെയ്യുക? ബിസ്മിയോടുകൂടെ ബിസ്മിയിൽ മുത്തുനബി ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ബിസ്മിയിൽ അള്ളയുണ്ട്, റസൂലുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാൻ, റഹ്മാൻ അള്ളാഹ്ക്ക് ഖാസായ സിഫത്താണ്. റഹീമിൽ അള്ളയുണ്ട്, റസൂലുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ലഖദ് ജാഅക്കും റസൂലും. എന്തൊരു ഉറക്കാണ് ഉറങ്ങുന്നത് പറയും മനുഷ്യന്മാർ. ലഖദ് ജാഅക്കും, കണ്ണ് നോക്കി ഉറങ്ങാൻ, അതല്ല നിങ്ങൾ ഉറങ്ങാന്നല്ല. നിങ്ങൾ പറയും ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫ് റഹീം. റഹീം അത് അല്ലാഹുക്കും അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഞാൻ രണ്ടിൻ്റെ ഉള്ളിൽ റഹ്മത്തുണ്ട്. റഹ്മാൻ്റെ ഉള്ളിൽ റഹ്മത്തുണ്ട്, റഹീമിൻ്റെ ഉള്ളിലും റഹ്മത്തുണ്ട്. റഹ്മത്ത് മുത്തുനബിൻ്റെ പേരുമാണ്, മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഒരാൾ ബിസ്മി ചൊല്ലിയിട്ട് ബിസ്മിയോടുകൂടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ആ യാത്രയിൽ 100 തവണ ഈ സൂറത്ത് ഓതിയാൽ ലാ യർജിഉ ഇല്ലാ ബിഖൈറിൻ, ഖൈർ കൊണ്ടല്ലാതെ മടങ്ങുകയില്ല. ഒരു നാട്ടിൽ നീ ഇറങ്ങിയാൽ ഇദാ ഖറഅത ഹാദിഹി സൂറ 100 മറ മഅൽ ബസ്മല ഫലാ തുവാജിഹു ഇല്ലൽ ഖൈറ. ഒരു നാട്ടിൽ പോയി ഇറങ്ങിയാൽ വേഗം എന്ത് ചെയ്യുക? 100 വട്ടം ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫലാ തുവാജിഹു ഇല്ലൽ ഖൈറ. ഖൈറല്ലാതെ ഒന്നും ആ നാട്ടിൽ നിന്ന് അഭിമുഖീകരിക്കുകയില്ല. ഞാൻ പലരോടും പറയാറുണ്ട്, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്താൽ ഉടനെ 100 വട്ടം എന്തോടുക? ദുബായ്ക്ക് പോവുകയാണ്, സൗദിക്ക് പോവുകയാണ്. എന്തിന്? പാവപ്പെട്ട മക്കൾക്ക് അന്നം കൊടുക്കാൻ. അള്ളാഹു നമ്മളെ മക്കൾക്ക് ഹലാലായ അന്നം കൊടുക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. മനസ്സിലാവേണ്ട പറഞ്ഞത്. ഇന്നത്തെ കാലാണ്, വലിയ പ്രയാസമുള്ള കാലാണ്. പക്ഷെ എന്താണെങ്കിലും നിനക്ക് എന്തെങ്കിലും കിട്ടും. ഇജ്ജ് മടങ്ങൂല, ഈ ബുദ്ധിമുട്ടൂല, പേടിക്കണ്ട. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്താൽ തന്നെ എന്ത് ചെയ്യുക? ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് ഇറങ്ങിയാൽ വേഗം എന്ത് ചെയ്യുക? തഖ്റഅ സൂറത്തുൽ കൗസർ 100 മറ മഅൽ ബസ്മല. ബിസ്മിയോടുകൂടെ 100 വട്ടം ഓരോ തവണയും ബിസ്മി ചൊല്ലുക. 100 തവണ ഇന്ന് ബഹുമാനപ്പെട്ട പരിശുദ്ധമായ ഇന്നാ അഅ്തൈനാകൽ കൗസർ ഓതുക. ഫലാ തുവാജിഹു ഇല്ലൽ ഖൈറ. സമൃദ്ധി അല്ലാതെ ഒന്നും ആ നാട്ടിൽ നിന്ന് നീ നേട്ടമല്ലാതെ അഭിമുഖീകരിക്കുകയില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഉറക്കെ പറ, അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ്. പലരോടും ഞാനത് പറയാറുണ്ട്, പലരോടും പറയാറുണ്ട്. ഒരു സ്ഥാപനത്തിന് വേണ്ടി പിരിവിന് പോയ ഒരു 2 ആളുകൾ ഈ അടുത്ത് എയർപോർട്ടിൽ നിന്ന് വിളിച്ച്, ഇങ്ങനെ വഴിക്ക് പോവാണ്, ഇങ്ങനെ നാട്ടിലൊരു സ്ഥാപനമുണ്ട്, 10 വയസ്സല്ല, ഗൾഫിൽ നിന്നൊരു ഖൈറുണ്ടാകണം, എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഞാനവർക്ക് ഫ്ലൈറ്റ് കയറാൻ പോവല്ലേ, നിങ്ങളവിടെ ഇറങ്ങിയാൽ ഈ സൂറത്ത് നോക്കിക്കളയും, ഖൈറുണ്ടാവും. തിരിച്ചു വന്നിട്ട് അവർ വലിയ നിഅമത്ത് പറഞ്ഞു. എന്ത്? അതാ സൂറത്തിൻ്റെ പ്രത്യേകതയാണ്. എന്തുകൊണ്ട്? അത് മുത്തുനബിയാണ്. മുത്തുനബിയിൽ തൊട്ടത് മുഴുവനും എന്തായിരിക്കും? സമൃദ്ധിയിരിക്കും. എല്ലാം ചിന്തിക്കുക. പുതുമണവാട്ടി വീട്ടിൽ നിന്നിറങ്ങി പുതുമണവാളന്റെ വീട്ടിലേക്കുള്ള യാത്രയാണ്. കാറിൽ ഇരുന്ന്, വണ്ടിയിൽ ഇരുന്ന് തോന്നിയാസം കളിക്കേണ്ട, കുതിര വിടണ്ട. 100 തവണ ബിസ്മിയോട് കൂടെ ഇന്നാ അഅ്തൈനാകൽ കൗസർ ഓതിയാൽ ആ ബന്ധത്തിൽ ഖൈറല്ലാതെ ഒന്നും അഭിമുഖീകരിക്കുകയില്ല. ഇതൊന്നും ചെയ്യൂല. പിന്നെയോ ആ യാത്രയിൽ തന്നെ പിശാച് സ്വാധീനിക്കും. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പുതുമണവാളന്റെ വീട്ടിലേക്ക് പോവുക, പുതുക്കം പോക്ക്, അങ്ങനെയല്ലേ പറയും മനുഷ്യന്മാരെ.
പോരെന്നാണ്ട് ഇറങ്ങിയാൽ പിന്നെ വർത്താനം പറയരുത്. എന്ത് ചെയ്യാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാഅതൈനാക്കൽ കൗസർ ബിസ്മിയോട് കൂടെ ഓതാൻ 6 മിനിറ്റ്, ഏറി വന്ന 8 മിനിറ്റ്. ബിസ്മിയോട് കൂടെ ഇന്നാഅതൈനാക്കൽ കൗസർ ഓതാൻ ഏറെ വന്ന 8 മിനിറ്റ്. സാധാരണ ഓത്ത് പരിചയമുള്ള ആൾക്ക് 6 മിനിറ്റ്. ഓതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാഅതൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാഅതൈനാക്കൽ കൗസർ فصل لربك وانحر إن شانئك هو الأبتر. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. 6 മിനിറ്റ്, ഏറെ വന്ന 8 മിനിറ്റ്. 10 മിനിറ്റ് കൊണ്ടിരില്ല. ഇനി 10 മിനിറ്റ് 10 മിനിറ്റ് അല്ലേ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇതൊക്കെ എഴുതി വെക്കണം. ഇതൊന്നും വെറുതെ തന്നെ പറയല്ല. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് തരട്ടെ. ആ പെൺകുട്ടി ആ യാത്രയിൽ ഖൈറല്ലാതെ കുട്ടിക്ക് ഉണ്ടാവില്ല. ആ കുട്ടിക്ക് ഖൈറുള്ള ഒരു ആൺകുട്ടി ജനിക്കും, അല്ലെങ്കിൽ പെൺകുട്ടി ജനിക്കും. ഖൈറുണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. തൻ്റെ പുതുമണവാളിലേക്കുള്ള യാത്രയാണ്. ആ യാത്ര ഇന്ന് ഹറാമ് കൊണ്ട് നിറച്ചു. പിന്നെ സ്വാലിഹ്യങ്ങൾ അങ്ങനെ ജനിക്കും. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. മനസ്സിലാണ്ടോ പറഞ്ഞത്? ഇല്ല, വിളക്കുതിര വിടലും തോന്നിയാസം മുഴുവനും എന്തിൽ നിറച്ച് ഇന്ന് പുതുക്കം പോക്കിൽ നിറച്ചത് കൊണ്ടാണ് ദജ്ജാലിൻ്റെ മക്കൾ ജനിക്കാനുള്ള കാരണം. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ചിന്തിക്ക് മുഅ്മിനേ, ഇത് ചിന്തിക്കുക തമാശയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൂറത്തുമായി ബന്ധപ്പെട്ടു ചിന്തിക്കണം. തന്റെ പീഡിയക്ക് രാവിലെ താക്കോൽ വെക്കുന്നതിന് മുമ്പ് പീഡിയക്കാരൻ എന്ത് ചെയ്ത്? ബിസ്മിയോട് കൂടെ ഇന്നാ അഅതൈനാക്കൽ കൗസർ 100 വട്ടം ചൊല്ലിക്കോ. സമൃദ്ധിയുണ്ട്, ഉറപ്പാണ്. എന്തുകൊണ്ട്? ഇന്നാ അഅതൈനാക്കൽ കൗസർ. കാര്യം ചെറിയ സൂറത്താണെങ്കിലും അത് സമൃദ്ധിയുടെ അധ്യായമാണ്. വലിയ നേട്ടമുണ്ടാകുമെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ സൂറത്തുമായി ബന്ധപ്പെട്ടതിന് സമൃദ്ധിയുണ്ടെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്തിലും പേടിയാണെങ്കിൽ പേടിയാ. ഉദാഹരണം പേടിയാ. ചിന്തിക്കും. എന്ത് ചെയ്യാ? പൊരേന്നറിഞ്ഞ മൂളിപ്പാട്ടും പാടി സിനിമ പാട്ടും പാടി നടക്കണ്ട. ഇന്നത്തെ കാലമാണ്. ആഖിർ സമാനായാൽ തക്സുറു തിജാറ വതഖില്ലുൽ അർബാഹ് എന്ന് മുഹമ്മദ് മുസ്തഫ. ഖിയാമത്ത് നാളായാൽ കച്ചവടം കൂടും, പക്ഷെ ലാഭം ഉണ്ടാവില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? കച്ചവടം ഉണ്ടാവും, എന്തുണ്ടാവില്ല? ലാഭം ഉണ്ടാവില്ല. ചിന്തിക്ക്. എന്നോട് കോഴിക്കോട്ടെ വലിയൊരു ബിസിനസ്സുകാരൻ ഈ അടുത്ത കാലഘട്ടത്തിൽ പറഞ്ഞു, നമ്മളെ കോഴിക്കോടിൻ്റെ പരിസരത്ത് ഒരു മാസത്തിലൊരു 30 പുതിയ കച്ചവടം തുടങ്ങും, 60 പഴയ കച്ചവടം പൂട്ടും ചെയ്യും. മനസ്സിലായില്ല? ഒരു പ്രധാനപ്പെട്ട കച്ചവടക്കാരൻ കോഴിക്കോട് ടൗണിലെ മ്യൂഫ്യൂസിൽ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് കച്ചവടം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കച്ചവടക്കാരൻ എന്നോട് ഈ അടുത്ത കാലത്ത് പറഞ്ഞൊരു വർത്തമാനമാണ്. എന്തോ ഒരു മാസം നമ്മുടെ കോഴിക്കോടിൻ്റെ പരിസരത്ത് ഒരു പുതിയ 30 വീഡിയോ തുടങ്ങും, 60 വീഡിയെങ്കിലും പഴയത് പൂട്ടും. എന്തുകൊണ്ട്? കച്ചവടമില്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്ത് ചെയ്യാ? സമൃദ്ധിയുടെ ഒരു മാർഗമാ. എന്തുകൊണ്ട്? മുത്ത് മുഹമ്മദ് മുസ്തഫ പുണ്യനബിയെ തൊട്ടതിൽ എല്ലാം സമൃദ്ധിയാണ്. സമൃദ്ധി അല്ലാതെ ഒന്നും ഹബീബായ നബി തൊട്ടതിൽ ഉണ്ടാവുകയില്ല. എന്തും അങ്ങനെയാ. ചിന്തിക്ക്. പീഡിയ പോകുമ്പോ ചെയ്തു. പീഡിയന്റെ താക്കോൽ വെക്കുന്നതിന് മുമ്പ് നബിയുമായി ബന്ധപ്പെട്ട സൂറത്താണത്. ഓതി ചിന്തിക്കണം. ഒരു കച്ചവടത്തിൽ ഇരിക്കുന്നതിന് മുമ്പ് ഓതി ഫലാ തുവാജിഉ ഇല്ലൽ